എടപ്പാളിൽ കൊല്ലുമെന്ന ഭീഷണിപ്പെടുത്തി നാവരൻ വധുവിന്റെ വീടിന് തീയിട്ടു. എടപ്പാൾ പാറപ്പുറത്തെ ഹരിതയുടെ വീടിനാണ് തീയിട്ടത്. വീട്ടിൽ നിർത്തിയിട്ട 3 ബൈക്കുകൾ കത്തി നശിച്ചു. വീടിന്റെ ചുമരുകളും ജനലും കത്തി. അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കാനാകാതെ ഹരിത മാസങ്ങളായി സ്വന്തം വീട്ടിലാണ് താമസം. ഗാർഹ്യപീഡനത്തിന് പരാതിയും നൽകിയിരുന്നു. എടപ്പാൾ പാറപ്പുറം മാങ്ങാട്ടൂർ റോഡിൽ പള്ളിക്കര വീട്ടിൽ ഹരിതയുടെ വീട്ടിലാണ് പുലർച്ചെ തീപിടുത്തമുണ്ടായത്. ഹരിതയുടെ ഭർത്താവ് വിനീഷാണ് വീടിന് തീയിട്ടതെന്നാണ് നിഗമനം. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട 3 ബൈക്കുകൾ കത്തി നശിച്ചു. വീടിന്റെ ചുമരുകളും ജനലുകളും കത്തിയിട്ടുണ്ട്. പൊന്നാനിയിൽ നിന്നെത്തിയ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. 9 മാസം മുൻപാണ് വടക്കേക്കാട് സ്വദേശിയായ വിനീഷും കാലടി സ്വദേശിനിയായ ഹരിതയും വിവാഹിതരായത്. ഭർത്താവ് ഉപദ്രവിക്കാൻ തുടങ്ങിയതോടെ 1 മാസം തികയും മുൻപ് ഹരിത സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. ഗാർഹിക പീഡന പരാതിയിൽ വിനീഷിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് വിദേശത്തായിരുന്ന വിനീഷ് നാട്ടിലെത്തി കഴിഞ്ഞ ദിവസം ഹരിതയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഈ പരാതിയിൽ വിനീഷിനോട് ഇന്ന് 11 മണിക്ക് പൊന്നാനി സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുമ്പോഴാണ് പുലർച്ചെ വീടിന് തീയിട്ടത്. പെട്രോൾ വന്നിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാണ് 3 വണ്ടിയാണ് കത്തിച്ചിട്ടുള്ളത്. 3 വണ്ടി കത്തിച്ചിട്ടുള്ളത്. അവൻ മിനിയാന്ന് വന്നിട്ടുണ്ടായിരുന്നവൻ 12 മണിക്ക് വന്നിട്ടുണ്ടായിരുന്നു. മിനിയാന്ന് 12 മണിക്ക് വന്നു കഴിഞ്ഞിട്ട് അവൻ വന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയുള്ളത്. ഭീഷണിപ്പെടുത്തിയെന്ന് പോവല്ല, ഭീഷണിപ്പെടുത്തിയിട്ട് മോളെ വിളിച്ചിട്ട് പറഞ്ഞ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മാമനോട് ഇട്ട് വെട്ടിക്കൊല്ലും, വടിവാളൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്, പുറത്ത് വാളൊക്കെ വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതെ, അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാതെ ആയപ്പോൾ അവൻ പോവുകയും ചെയ്തു. സംഭവത്തിൽ പൊന്നാനി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഹരിതയെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരള വിഷൻ, എടപ്പാൾ.